പുതിയ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ക്ലാസ് ചെയ്യുന്ന വീഡിയോയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു എന്താണ് പറയുക, ഇതിനെ ഫയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫയലിൻ്റെ ഉള്ളിൽ നമ്മളൊരു കുഞ്ഞൊരു നോട്ട്ബുക്കും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അതിന് വേണ്ടത് ഇതേപോലെ ഉള്ളൊരു കളർ പേപ്പറാണ്. കളർ പേപ്പറിൻ്റെ മുറിച്ച് ഇതേപോലെ രണ്ട് ഇതാക്കി എടുക്കുക. ഇതിൻ്റെ നടു മടക്കിയെടുക്കുക. നടു മടക്കിയതിന് ശേഷം ഇവിടെ ഒരു മെഷർമെൻറ്റിൽ ഒരു ഇവിടെ ഒരു 3 രീതിയിൽ ഇവിടെയും ഈ കോർണറിലും ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു കട്ടർ ഉണ്ടാവും, നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവും. ഇത് ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത കട്ടറാണ്. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ ഇതിനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ പെൻസിൽ ആക്കി കൊടുത്തിട്ടില്ല. പെൻസിൽ വെച്ചതിന് ശേഷം ഇവിടെ ഇങ്ങനെ നമ്മൾ ഇതിനെ ഇവിടെ നോക്കിയിട്ട് മുറിച്ച് കൊടുക്കണം. നോക്കിയിട്ട് വേണം മുറിക്കാൻ. അപ്പോൾ നമുക്കിത് വേഗം പോയിട്ട് മുറിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മളിങ്ങനെ ഒരു കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പശയാണ്. പശ എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെയും നമുക്ക് അങ്ങനെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. നമ്മളൊരു സിമ്പിൾ ഫയലാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. സിമ്പിൾ ഫയലും ഉണ്ടാക്കുന്നുണ്ട്, ഒരു ചെറിയൊരു നോട്ട്ബുക്കും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ ജേർണലിൻ്റെ ഒക്കെ ചെയ്യുന്നത് ഇടാമെന്നായിരിക്കും. ഞാൻ മുമ്പ് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചില്ലായിരുന്നെങ്കിലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ബിസിയാണ് ഗൈസ് ഇപ്പോൾ. അപ്പോൾ ഇനി വേണ്ടത് നമുക്ക് അടുത്തൊരു വൈറ്റ് കളർ പേപ്പർ എടുക്കണം. പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചിട്ട് അപ്പം നമ്മൾ ഇതിനെ ഇങ്ങനെ നമ്മൾ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ആക്കിയെടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കാം. നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ തുറക്കണം നടക്കുന്ന ഫയലല്ലേ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പശ വെച്ചിട്ട് ഒട്ടിക്കണം. ഇവിടെ പശ വെച്ചിട്ട് ഒട്ടിക്കാം. നമുക്ക് പശ തയ്ച്ചിട്ട് നമുക്ക് ഇവിടെ ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ഒരു അളവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ വയ്ക്കുക. ഒരു ചെറിയൊരു ഇതിൽ വരച്ചു കൊടുത്താൽ മതി, അത്ര വലിയ ഇതാവണ്ട. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യണ പരിപാടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഇതിട്ട് കാണാണ്ടില്ല, അവിടെ നമുക്ക് ഇനി കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മൾ ഇനി ഇതിൻ്റെ നടുക്കത്ത് ഒരു ചെറിയത് മതി, അത്ര വലിയതാവും വേണ്ട, ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. സോ ഓക്കെ, ഏകദേശം സെറ്റ് ആവുന്നുണ്ട്. ചെറിയ ഗ്യാപ്പ് മതി കേട്ടോ, അധികം വലിയതും ആവണ്ട, അതുപോലെ തന്നെ ചെറുതും ആവണ്ട. നമ്മളുടെ ഒരു രീതിയിൽ ആക്കി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കും, ഇവിടെ ഇങ്ങനെ. എന്നിട്ട് നമ്മൾ ഇതിനെ ഇവിടേക്ക് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ പേപ്പർ ഫയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്കിതിനെ കുറച്ചുകൂടി ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, അപ്പം നമ്മളങ്ങനെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു മിനി ബുക്കും കൂടി ഉണ്ടാക്കാം. ഗൈസ്, അപ്പം നമ്മൾ ബുക്കിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. മെഷർമെൻറ്റ് നോക്കാം. നമ്മളൊരു 13 സെൻറ്റിമീറ്ററിൽ നമ്മൾ മെഷർമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 13ആണ്. നമുക്ക് ഇവിടെ ഒന്ന് നോക്കട്ടെ. ഇവിടെ 6 ആണുള്ളത്, 6ആണ്. അപ്പോൾ നമുക്കിനി ഇതെന്തായാലും നോട്ട്ബുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വെച്ചു പേപ്പേഴ്സ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തിരക്കാണ്, അതുകൊണ്ട് നമ്മൾ കുറച്ച് പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ പശ എടുക്കാം. പശ എടുത്തിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ അമർത്തി വെക്കണം. അമർത്തി വെച്ചിട്ട് നമ്മളിതിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട്
നമ്മൾ പശയാക്കി കൊടുക്കണം. അപ്പോൾ ഇനി നാളെ തൊട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് വരും. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ബുക്കിനെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് സ്ലാബ് ലെയർ അടിക്കാം, ഒന്ന് ഉറപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗൈസ്, അപ്പം നമുക്ക് ഇനി ഇതിൽ സ്ലാബ് ലെയർ അടിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സ്ലാബ് ലെയർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നാലാണ് ഒരു ഉറപ്പിൽ നിൽക്കുള്ളൂ. ഇനി ഇതിൻ്റെ കോർണർ കട്ടി നമുക്ക് വേണ്ടത് ഒരു മിനി നോട്ട് പോലെയാണ്. കുറച്ചും കൂടി കട്ടി. ഓക്കെ, അങ്ങനെ നമ്മുടെ നോട്ട്ബുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പേജ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ മുമ്പേ നമ്മൾ മറ്റേ ഫയൽ ഉണ്ടാക്കിയപ്പോൾ ഒരു ചെറിയൊരു പീസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ചെറിയ പീസിനെ ഞാൻ 4 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒട്ടിക്കുന്ന പരിപാടികളാണ്. നമുക്കിത് ഇങ്ങനെ 4 ഇതായിട്ട് നമുക്ക് ഒട്ടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ അങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇവിടെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഗ്രിഡ് ലൈൻസ് പോലെ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലൈന് കുറച്ച് വലുതായിന്നുള്ളൂ. പിന്നെ നമുക്ക് ഇതിനെ ഇങ്ങനെ ആക്കിയുള്ള വൈറ്റ് ബേസ് ചെയ്യണം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ 4 കട്ടകളിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ